We discussed the outline of fatty acid synthesis and we mentioned that acetyl coenzyme A acts as a precursor for fatty acid synthesis. And we know that the primary source of acetyl coenzyme A is the breakdown of fatty acids, right? So there are certain other processes that result in the formation of acetyl coenzyme A. Let's see what they are. അപ്പം നമുക്ക് ആദ്യമേ പറഞ്ഞു ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് വഴിയാണ് മെയിനായിട്ട് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊരു പ്രോസസ്സാണ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവേറ്റ് ആൻഡ് ഓൾസോ catabolism of certain amino acids, then breakdown of ketone bodies. All these processes result in the formation of acetyl coenzyme A. പക്ഷേ ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇൻ എഫക്റ്റ് ഈ പ്രോസസ്സ് വഴി എല്ലാം കിട്ടിയ അസറ്റൈൽ കോഎൻസൈം എ ഇപ്പോൾ ഉള്ളത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Yes, there is a problem because fatty acid synthesis occurs in the cytosol. So, since our precursor is present in the mitochondrial matrix, it has to be transported to the site of fatty acid synthesis in order to the fatty acid synthesis to begin. So, what we do is we will transport the acetyl coenzyme A to the cytosol. Is that a problem? അവിടെ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ? യെസ്, ദർ ഈസ് എ പ്രോബ്ലം ബിക്കോസ് അസറ്റൈൽ കോഎൻസൈം എ ഇസ് എ സോലുബിൾ മെറ്റീരിയൽ. സോലുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത്. പെർട്ടിക്കുലർലി ദ കോഎൻസൈം എ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സോലിബിലിറ്റി. അപ്പോൾ നമുക്കറിയാം ഇത് സൈറ്റോസോളിൽ എത്തണമെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലുള്ള ഒരു സാധനം സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ദിസ് പെർട്ടിക്കുലർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് വിൽ ഹാവ് ടു പാസ് ത്രൂ two membranes അല്ലെ, രണ്ട് മെംബ്രെയിൻ അത് പാസ് ചെയ്യണം. എന്തൊക്കെയാണ്? inner mitochondrial membrane as well as the outer mitochondrial membrane, and then only finally it reaches the cytosol. Okay. സോ ഈ മെംബ്രെയിൻ നമുക്കറിയാം, മെംബ്രെയിൻ്റെ നേച്ചർ എന്താണ്? മെംബ്രെയിൻ ലിപ്പിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പം ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ ഇറ്റ് പാസേജ് വുഡ് ഹാവ് ബീൻ ഈസി. പക്ഷേ ഇതിപ്പം സോലബിൾ ആണ്. സോ വാട്ട് വി ഡു ഇസ് വിൽ ഫസ്റ്റ് കിക്ക് ഔട്ട് ദ സോലബിൾ ഗ്രൂപ്പ് ഫ്രം ദി അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എനെ എന്താണ് സോലബിൾ ആക്കുന്നത്? കോഎൻസൈം എയുടെ പ്രസൻസ് ആണ് അസറ്റൈൽ കോഎൻസൈം എനെ സോലബിൾ മെറ്റീരിയൽ ആക്കുന്നത്. സോ വിൽ കിക്ക് ഓഫ് ദി കോഎൻസൈം എ ആൻഡ് വി വിൽ ട്രാൻസ്ഫർ ദി അസറ്റൈൽ ഗ്രൂപ്പ് ഇൻ ടു some other compound and produce a transportable group or transportable material. അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. സോ ഈ പിക്ചറിലാണ് അത് കാണിക്കുന്നത്. Here you have the inner mitochondrial matrix and here you have the inner mitochondrial matrix and here you have the cytosol, and ഇവിടെ inner mitochondrial membrane ഉണ്ട്, അതുപോലെ outer mitochondrial membrane ഉണ്ട്. So here you have your acetyl coenzyme A. എങ്ങനെയാണ് acetyl coenzyme A വന്നതെന്നൊക്കെ പറഞ്ഞു. പല മെത്തേഡ്സിൻ്റെ റിസൾട്ടായിട്ട്, പല സ്റ്റെപ്സ് നടന്നതിൻ്റെ റിസൾട്ടായിട്ട് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ ദർ വിൽ ബി എ ബിൽഡപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ. ഓക്കെ, നൗ ആസ് ഐ ഹവ് സെഡ് ദ കോഎൻസൈം എ ഫസ്റ്റ് ഹാവ് ടു ബി കിക്ക്ഡ് ഔട്ട്. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോഎൻസൈം എനെ ആദ്യമേ കിക്ക് ചെയ്ത് കളഞ്ഞു. ആൻഡ് ബാക്കി എന്തുണ്ട്? അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ. ദ അസറ്റൈൽ ഗ്രൂപ്പ് ഈസ് condensed with oxaloacetate which is already present in the mitochondrial matrix to form citrate. So acetyl ഗ്രൂപ്പും ഓക്സലോഅസറ്റേറ്റ് ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്താൽ എന്ത് ഫോം ചെയ്യും? സിട്രേറ്റ് ഫോം ചെയ്യും. സിട്രേറ്റ് ഇസ് എ ട്രാൻസ്പോർട്ടബിൾ ഫോം. കാരണം സിട്രേറ്റിന് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. സിട്രേറ്റ് വിൽ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ് ടു ദ cytosol after crossing both the membranes. So citrate is here in the cytosol. അപ്പോൾ സിട്രേറ്റ് സൈറ്റോസോളിലെത്തി. ഇനി എങ്ങനെയാണ് ഈ ഓക്സലോഅസറ്റേറ്റ് ഇവിടെ വന്നത്? എങ്ങനെയാ? If you recall the citric acid cycle, ഇപ്പം നടന്ന കാര്യം is the first step of citric acid cycle, that is acetyl coenzyme A when it condenses with oxaloacetate. What happens? What forms? Citrate is formed. So when acetyl coenzyme A condenses with oxaloacetate, it forms the citrate. Okay, and this step is catalyzed by the enzyme citrate synthase. Citrate synthase ആണ് ഈ റിയാക്ഷൻ catalyze ചെയ്യുന്നത്. സിട്രേറ്റിന്റെ ഫോർമേഷൻ catalyze ചെയ്യുന്നത് citrate synthase ആണ്. ഓക്കെ, സോ അങ്ങനെ സിട്രേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി സിട്രേറ്റ് ഇവിടെ സൈറ്റോസോളിൽ എത്തിയ കാര്യവും പറഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തസിസിനെ ട്രിഗർ ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഓൾറെഡി എനർജി ATP ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡയറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമാതിരി എനർജി അറ്റ് ദ പെർട്ടിക്കുലർ ടൈം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡു വി നീഡ് ഫോർമേഷൻ ഓഫ് ATP? അല്ലെങ്കിൽ ഈ സിന്തസിസ് ഓഫ് ATP നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണോ? വേണ്ട. വി വിൽ ഹാവ് ടു സ്റ്റോപ്പ് ദ ഫോർമേഷൻ ഓഫ് ATP. ഇനി എന്ത് ചെയ്യണം? കിട്ടുന്ന എനർജി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ATP പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല.
കാരണം ഇപ്പോൾ ഓൾറെഡി ATP ആവശ്യത്തിനുണ്ട്. ഇനി ATPയുടെ പ്രൊഡക്ഷൻ വേണ്ട. ഈ ബാക്കി കൂടുതലായിട്ടുള്ളതിനെയൊക്കെ എന്ത് ചെയ്താൽ മതി? സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അതിനാണ് എന്ത് നടക്കുന്നത്? ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത്. സോ an increase in the amount of ATP or the availability of ATP in ample amount triggers fatty acid synthesis. ഇനി അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. If you recall the citric acid cycle, first, as I've said, the first step is acetyl coenzyme A condensation with the oxaloacetic acid to form citrate. So after the citrate is formed, it can be easily converted to isocitrate. ഇത് interconvertible ആണ്. Isocitrate ഉണ്ടെങ്കിൽ citrate form ചെയ്യും. Citrate ഉണ്ടെങ്കിൽ അതിനെ isocitrate ആയിട്ടും മാറ്റാനായിട്ട് പറ്റും. Then what happens? In the next step, the isocitrate is converted to alpha ketoglutarate, and the enzyme that catalyzes this particular step is isocitrate dehydrogenase. So dehydrogenase ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. From the name itself we can understand that there is a dehydrogenation reaction that is taking place. അപ്പം ഈ ഐസോസിട്രേറ്റിന്റെ അടുത്തുനിന്ന് ഒരു ഹൈഡ്രജനെ എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാർബൺ ഡയോക്സൈഡും എന്ത് ചെയ്തു? ലിബറേറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത ഹൈഡ്രജനെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം അല്ലേ? സോ NAD act as the hydrogen acceptor and it becomes NADH. ഓക്കെ, സോ അങ്ങനെ ആൽഫ കീറ്റോഗ്ലൂട്രേറ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി എപ്പോഴാണോ ATP കൂടുതലായിട്ടുള്ളത്, എങ്ങനെയാണ് ATP കൂടുന്നത്? TCA സൈക്കിള് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് കിട്ടിയവരെല്ലാം കൂടെ എവിടേക്ക് പോകുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോകുന്നുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ATP മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ കൂടി നിൽക്കുകയാണെങ്കിൽ the increased amount of ATP or the increased concentration of ATP occurs. If such a situation occurs, what happens is ATP will act as an allosteric inhibitor of this particular enzyme, isocitrate dehydrogenase. ATP കൂടുതലായിട്ട് പ്രസന്റ് ആണെങ്കിൽ ATP എന്ത് ചെയ്യും? isocitrate dehydrogenase എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. Isocitrate dehydrogenase inhibited ആണെങ്കിൽ എന്ത് നടക്കില്ല? The conversion of isocitrate to alpha ketoglutarate will be inhibited. And what happens? Isocitrate will start to accumulate in the mitochondrial matrix. അപ്പം ഐസോസിട്രേറ്റ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനി സിട്രിക് ആസിഡ് സൈക്കിൾ മുന്നോട്ടേക്ക് പോകില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഐസോസിട്രേറ്റ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും ആരാക്കി വെച്ചിട്ടുണ്ട്? സിട്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇൻ എഫക്റ്റ് സിട്രേറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഇൻ ഹൈ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ ഒരു വലിയ കോൺസെൻട്രേഷൻ ഓഫ് സിട്രേറ്റ് അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ സിട്രേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്താൽ അത് എവിടെ എത്തുന്നു? സൈറ്റോസോളിൽ എത്തുന്നു. ഓക്കെ, നൗ വിൽ കം ബാക്ക് ടു അവർ ഏർലിയർ ഡയഗ്രാം. നൗ അവർ സിട്രേറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ സൈറ്റോസോൾ. സിട്രേറ്റ് മാത്രം വന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സിട്രേറ്റിന്റെ രൂപത്തിൽ നമ്മൾ എന്തിനെ മാത്രമേ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളൂ? വി ഓൺലി ഹാവ് അവർ അസറ്റേറ്റ് വിത്ത് ദ സിട്രേറ്റ് അല്ലെ? അസറ്റൈൽ ഗ്രൂപ്പ് മാത്രമേ സിട്രേറ്റിന്റെ കയ്യിൽ നമ്മൾ കൊടുത്തു വിട്ടിട്ടുള്ളൂ. വി ഹാവ് ഓൾറെഡി റിമൂവ് ദ കോയിൻസൈം എ ഹിയർ അല്ലെ? കോയിൻസൈം എനെ നമ്മൾ ഓൾറെഡി കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സിട്രേറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അസറ്റൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അസറ്റൈൽ ഗ്രൂപ്പിനെ ഇവിടെ റീജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് അസറ്റൈൽ ഗ്രൂപ്പിനെ റീജനറേറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് എന്താ വേണ്ടത്? അസറ്റൈൽ കോയിൻസൈം എ ആണ് ഫാറ്റി ആസിഡ് സിന്തസൈസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് ആവശ്യം. അപ്പോൾ സിട്രേറ്റിൽ നിന്ന് വിൽ ഹാവ് ടു റീജനറേറ്റ് ദി അസറ്റൈൽ കോയിൻസൈം എ. അപ്പോൾ അതിന് കോയിൻസൈം എക്ക് വേണ്ടിയുള്ള CoA-SH എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, and with the help of an enzyme ATP citrate lyase എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ സിട്രേറ്റിനെ എന്താക്കി മാറ്റുന്നു? ഓക്സലോ അസറ്റേറ്റ് ആയിട്ടും അസറ്റൈൽ കോയിൻസൈം എ ആയിട്ടും നമുക്ക് കിട്ടുന്നു. സോ വി ഹാവ് ഗോട്ട് അവർ അസറ്റൈൽ കോയിൻസൈം എ സോ ദാറ്റ് നൗ വി ക്യാൻ ബിഗിൻ ദ ഫാറ്റി ആസിഡ് സിന്തസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീകേഴ്സർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഫാറ്റി ആസിഡ് സിന്തസിസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ this reaction of conversion of citrate into oxaloacetate and acetyl coenzyme A requires an ATP molecule. ഇതൊരു എനർജി ഡ്രിവൺ പ്രോസസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ATPയും കൂടെ കൊടുത്തു. ATPയും അതുപോലെ കോയിൻസൈം എനെയും കൂടെ നമ്മൾ സിട്രേറ്റിലേക്ക് ആഡ് ചെയ്തു.
with the help of the enzyme ATP citrate lyase ആ എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി സിട്രേറ്റിനെ എന്താക്കി ലൈസ് ചെയ്തു, ഓക്സലോഅസറ്റേറ്റും അസിറ്റൈൽ കോഎൻസൈം എയുമായിട്ട് ലൈസ് ചെയ്തു. ഓക്കെ, now we have our oxaloacetate. ഇനി ഓക്സലോഅസറ്റേറ്റിന്റെ ഫേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അസിറ്റൈൽ കോഎൻസൈം എ ഉണ്ടായത് ഓൾറെഡി ഫാറ്റി ആസിഡ് സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും. സോ നൗ വാട്ട് റിമെയിൻസ് ഈസ് our oxaloacetate. The oxaloacetate has to be transported back to the mitochondrial matrix. കാരണം അതിനും ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. So oxaloacetate has to be converted into a transportable form which can be transported easily to the mitochondrial matrix. അപ്പം അതിനുവേണ്ടി ചെയ്യുന്നത് ഓക്സലോഅസറ്റേറ്റിനെ എന്താക്കി മാറ്റാണ്? ഓക്സലോഅസറ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറുവേറ്റ് ഇൻ 2 steps. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സലോഅസറ്റേറ്റിനെ മാലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എൻസൈം മാലൈറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് റിവേഴ്സിബിൾ ആകുമ്പോൾ എന്താണ്, ഇവിടെ NAD ആണ് നമുക്ക് ആവശ്യം, ഇവിടെ NADH+ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so malate is formed. Now malate will be converted to pyruvate. ഓക്കെ, പൈറുവേറ്റ് ആയിട്ട് മാലൈറ്റിനെ കൺവേർട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് മാലിക് എൻസൈം. മാലിക് എൻസൈമിന് വേറൊരു പേരും കൂടി ഉണ്ട്, NAD+ ലിങ്ക്ഡ് മാലൈറ്റ് എൻസൈം. NAD+ linked malate enzyme or malic enzyme. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്റ്റെപ്പ് വളരെ സിഗ്നിഫിക്കൻറ്റും ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ദ പൈറുവേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഈസിലി ബാക്ക് ഇൻ ടു ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ജനറേറ്റ് ദ NADPH ദാറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ ദ ഫാറ്റി ആസിഡ് സിന്തസിസ്. ഇവിടെ ഒരു NADPH+ ഉണ്ടായത് കണ്ടല്ലോ. ഈ NADPH+ ആണ് ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ടുന്ന NADPH+ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഫാറ്റി ആസിഡ് സിന്തസിസിന് NADPH+ സപ്ലൈ ചെയ്യുന്ന റിയാക്ഷൻ കൂടിയാണ് ഈ റിയാക്ഷൻ. ഏതാണ് ആ റിയാക്ഷൻ? ദ കൺവേർഷൻ ഓഫ് മാലൈറ്റ് ഇൻടു പൈറുവേറ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ടുന്ന NADPHനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി majority of NADPH used in the fatty acid synthesis is produced from this reaction. ബാക്കി കുറച്ച് ശതമാനം മാത്രമേ വേറൊരു പാത്വേയിൽ നിന്ന് വരുന്നുള്ളൂ, and that pathway is the pentose phosphate pathway. അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So majority of the NADPH used in the fatty acid synthesis comes from the reaction which involves conversion of malate to pyruvate, and the rest portion of the NADPH used comes from the pentose phosphate pathway. So I hope that is clear. അപ്പം പൈറുവേറ്റ് ഉണ്ടായി കഴിഞ്ഞു. ഓൾസോ ഈ റിയാക്ഷൻ വഴി എന്തും കൂടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡും കൂടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ വി ഹാവ് എ പൈറുവേറ്റ് ദാറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പൈറുവേറ്റ് വീണ്ടും എന്തായിട്ട് മാറുന്നു? ഓക്സലോഅസറ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, പൈറുവേറ്റ് ഓക്സലോഅസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം with the help of the enzyme pyruvate carboxylase. So pyruvate carboxylase converts the pyruvate which has been transported from cytosol to mitochondrial matrix into oxaloacetate. അപ്പം ഇതും ഒരു എനർജി ഡ്രിവൺ പ്രോസസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്തിൻ്റെ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്? ATPയുടെ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. ഓൾസോ ഇതൊരു കാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. വിൽ ഹാവ് ടു സപ്ലൈ ദ കാർബൺ സോഴ്സ് ദാറ്റ് ഇസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ATP സപ്ലൈ ചെയ്യണം, കാർബൺ ഡയോക്സൈഡ് സപ്ലൈ ചെയ്യണം. അപ്പോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് പൈറുവേറ്റിനെ ഓക്സലോഅസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ATP ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഓക്സലോഅസറ്റേറ്റ്, അപ്പം ഇവിടെ ADPയും ഇനോർഗാനിക് പൈറോഫോസ്ഫേറ്റും ഓക്സലോഅസറ്റേറ്റിനെ റീജനറേറ്റ് ചെയ്തു. ഓക്സലോഅസറ്റേറ്റിന് വീണ്ടും എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ റെഡി ആവാം? വീണ്ടും ഇവിടെ ഉണ്ടായ അസിറ്റൈൽ കോഎൻസൈം എനെ സിട്രേറ്റ് ആക്കി മാറ്റി അതിനെ വീണ്ടും സൈറ്റോസോളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് മാറാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൗ ദി
acetyl coenzyme A that has been generated in the mitochondrial matrix by as a result of many reactions is transported to the cytosol. Okay, now we have the citrate in the cytosol, and citrate is converted back to acetyl coenzyme A and oxaloacetate. The oxaloacetate has a different fate. Okay, so this is all about the this is how the precursor of the fatty acid synthesis is obtained, and the mechanism of its transport to cytosol.